പഠന പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്നായിരുന്നു നമ്മളോട് അന്ന് ഉദ്ദേശിക്കപ്പെട്ട വിഷയം. എന്നെക്കാളേറെ പഠന പ്രശ്നങ്ങൾ എന്താണ് എന്ന് അഭിമുഖീകരിക്കുന്നവരാണ് ക്ലാസ് റൂമുകളിൽ നിങ്ങളെല്ലാവരും. അതുകൊണ്ട് ഞാൻ ആമുഖമായി ഒരു ചോദ്യമിടുന്നു. എന്താണ് നമ്മുടെ കുട്ടികളിൽ നാം കാണുന്ന പ്രശ്നങ്ങൾ? എന്താണ് പ്രശ്നമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്? കുട്ടികൾ പഠിക്കുന്നില്ല അല്ലേ? ശ്രദ്ധക്കുറവുണ്ട്. പിന്നെ ശരിയായി വായിക്കാൻ വേണ്ടതുപോലെ കഴിയുന്നില്ല. ഒഴുക്കി വായിക്കാൻ വേണ്ടി കഴിയുന്നില്ല. എത്ര പറഞ്ഞെടുത്താലും മനസ്സിലാവാത്ത കുട്ടികളും പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് മനസ്സിലാകുന്നില്ല. എന്നുവെച്ചാൽ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടെന്നല്ല, പറയുന്നത് കൊണ്ട് മനസ്സിലാകുന്നില്ല. പറയലേ നടക്കുന്നുള്ളൂ, കൊടുക്കല് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിലായി എന്നാണ്. എനിക്കൊരു സാധനം കിട്ടിയെന്ന് പറയണമെങ്കിൽ, തന്നു എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ പോക്കറ്റിലാകണം. അപ്പൊ നമ്മൾ പറയുന്നേ ഉള്ളൂ, പറഞ്ഞു കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടുമല്ലേ? എന്നുവെച്ചാൽ അവരെ വാങ്ങൽ പ്രക്രിയ നടക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. പക്ഷെ വാങ്ങൽ പ്രക്രിയ നടക്കാത്തത് കൊണ്ട് കൊടുക്കലും നടന്നിട്ടില്ല. വാങ്ങാൻ താല്പര്യമില്ലാതുകൊണ്ടായിരിക്കാം. എന്തിനുള്ള താല്പര്യം? പഠിപ്പിലുള്ള താല്പര്യക്കുറവ്. പഠനം എന്ന് പറയുന്നത് എന്താണ്? ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ അവസാനം ചോദിക്കുന്നത്, പഠനം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വസ്റ്റ്യൻ. എന്താണ് പഠനം എന്ന് പറഞ്ഞാൽ? അതല്ലേ നമുക്കിപ്പോ ഈ പ്രശ്നമൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നുള്ളൂ. അധ്വാനം തന്നെയാണ്. കാരണം ഞാൻ ഇതൊന്നും പഠിക്കാൻ വേണ്ടിയിട്ട് എത്ര അധ്വാനിച്ചിരുന്നു? 40 മിനിറ്റ് ഇന്നത്തെ ക്ലാസ് എടുക്കാൻ വേണ്ടി അധ്വാനം തന്നെയാണ്. പക്ഷെ ആ പഠനത്തെ നമുക്ക് അധ്വാനം എന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിന്റെ വിവക്ഷയായിട്ട് കൊടുക്കാൻ പറ്റില്ല. ബേക്കിലെ വെച്ചിട്ട് ഇരിക്കാൻ പാടില്ല എന്നാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചത്. ഗ്രഹിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആശയം അത് പഠിപ്പിക്കലാണ്. പഠനം എന്താണ്? ഗ്രഹിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിപ്പിക്കുക എന്ന് നമ്മളെ ഇന്ന് പറയുന്നു. അത് അധ്യാപനം. പരിശീലിപ്പിക്കുക. നമ്മളാണ് ചെയ്യുന്നത്. മാനസികമായി മുന്നൊരുക്കാൻ പോരാ, പൂർണ്ണമാണ്. വളരെ നടക്കുള്ളൂ. മനസ്സിൽ അങ്ങനെ ഉണ്ടായാൽ മതി. നിലവിൽ മനസ്സിൽ ഇല്ലാതിരിക്കുന്ന ചില കാര്യങ്ങളെ കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങളെയാണ് പഠനമെന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാകാവുന്ന ഒരു ഭാഷയിൽ പറഞ്ഞാൽ, നിലവിൽ അവരുടെ മാനസികാവസ്ഥയിൽ ഇല്ലാത്ത ചില കാര്യങ്ങളെ പ്രത്യേക സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വസ്തുവകകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഒരു 40 മിനിറ്റ് ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ആ ക്ലാസ്സിൽ വന്നിരിക്കുന്ന സമയത്ത് ഇല്ലാത്ത ചില മാനസിക മാറ്റങ്ങൾ 40 മിനിറ്റ് കഴിയുമ്പോൾ ഉണ്ടായിരിക്കണം. അവന്റെ മനസ്സിൽ എന്തോ പുതിയത് തളിർത്തു വന്നിരിക്കണം. അപ്പോഴേ ആ പഠനം നടന്നു എന്ന് അറിയൂ. അതിൻ്റെതാണ് നമ്മൾ അവസാനം നടത്തുന്ന മൂല്യനിർണയം. അപ്പൊ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ കുട്ടിക്കത് മനസ്സിലായിട്ടില്ല, പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മളുടെ പ്രവർത്തനം എന്ത് ചെയ്തിട്ടില്ല? ആ കുട്ടിക്ക് ഏശിയിട്ടില്ല. ഇങ്ങനെയുള്ള സംഭവം 40 മിനിറ്റ് സമയം നമ്മുടെ അധ്വാനം നമ്മൾ വിനിയോഗിച്ചതിനു ശേഷം മൂല്യനിർണയം നടത്തുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു മാറ്റം ആ കുട്ടിയുടെ മനസ്സിലുണ്ടായിട്ടില്ലെങ്കിൽ നേരത്തെ നാം പറഞ്ഞ പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒന്ന് ആർക്കുണ്ടായിരിക്കും? നോ, രണ്ടുണ്ടായി. ഒന്നുകിൽ കുട്ടിക്കുണ്ട്, അല്ലെങ്കിൽ ക്ലാസ് എടുത്ത അധ്യാപകരുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പൊ പഠന പ്രശ്നങ്ങള് ഒരു ഭാഗത്ത് കുട്ടികളിൽ നിൽക്കുമ്പോൾ ഒരല്പമൊക്കെ ആരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകള് അല്ലെങ്കിൽ പോരായ്മകള് അതുമല്ലെങ്കിൽ കുറവുകൾ അധ്യാപകനിൽ നിന്നുണ്ടായതുകൊണ്ടും ആവാം. അങ്ങനെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കുട്ടികൾ പഠിക്കുമ്പോൾ
ആ പഠനത്തിന്റെ ഭാഗമായിട്ട് ആ കുട്ടിക്ക് എന്ത് നടക്കണം, എന്തിനാണ് പഠിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകും. സാധാരണഗതിയിൽ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള പഠനാനുഭവങ്ങൾ കുട്ടികളിൽ നിന്ന് കിട്ടാത്തതിനുള്ള കാരണം, ആ കുട്ടികൾ ശ്രദ്ധിക്കാതിരിക്കാനുള്ള കാരണം നോർമൽ, മുഖ്യമായ പ്രധാനപ്പെട്ടുള്ളതൊക്കെ നമുക്ക് പിന്നെ പറയാം. ആ കുട്ടികൾക്ക് ഇതിന്റെ ആവശ്യകത ബോധ്യപ്പെടുന്നില്ല എന്നതാണ്. അഥവാ പാഠാസൂത്രണം നടത്താൻ വേണ്ടി നമ്മള് അതില് എന്തോ സാധനം പറഞ്ഞല്ലോ, ഇവിടെ നിങ്ങൾ കണ്ടോ, ഇതില് ഉദ്ദേശ പ്രസ്താവന എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അല്ലേ? ഉദ്ദേശ പ്രസ്താവന എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ഉദ്ദേശ പ്രസ്താവനയുടെ ഉദ്ദേശം എന്താ? നിങ്ങളൊന്ന് പറഞ്ഞാൽ ചോദിക്കാൻ നല്ല എപ്പോഴും കേട്ടെന്നേക്കോട്ടെ. ഇന്ന് ക്ലാസ്സിൽ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അത് പഠിച്ചിട്ട് അവിടെ പ്രയോഗിക്കണമെങ്കിൽ പഠിച്ചിരിക്കണം. നിങ്ങളൊരു നേട്ടം കൊയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എന്താണ് നിങ്ങൾ ഇന്ന് നേടാൻ പോകുന്നത് എന്ന് ആ കുട്ടിയെ ബോധ്യപ്പെടുത്തലാണ് ഒന്നാമത്തെ ഘട്ടം. അപ്പൊ എനിക്ക് ചിലതൊക്കെ കിട്ടാൻ പോകുന്നു അല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, റേഷൻ കാർഡ് എന്തായി? പുതുതായിട്ട് വന്ന് നോക്കുമ്പോ പലരുടെയും പേര് ആ ലിസ്റ്റിൽ ഇല്ല. ഉണ്ടോ? പരാതി കൊടുക്കാൻ വേണ്ടി നമ്മള് എത്രയാണ് സിവിൽ സപ്ലൈസ് ഓഫീസിന്റെ മുമ്പിലല്ല, എന്താ സാധനത്തിന്റെ പേര്, താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ മുമ്പിൽ എന്ത് ചെയ്യാണ് ആളുകൾ നിന്ന് കുഴഞ്ഞു വീഴുകയെന്ന പറഞ്ഞു. ഒരു കുട്ടിക്ക് 1000 രൂപ കിട്ടുന്ന ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. ഒരു സ്കൂളിൽ 1000 കുട്ടികളുണ്ടെങ്കിൽ 80-85 കുട്ടികൾക്കാണ് കിട്ടുക. ആ 1000 രൂപ കിട്ടുന്നതിന് വേണ്ടി 200-300 രൂപ ചെലവാക്കി ഫോട്ടോസ്റ്റാറ്റ് എടുത്തും മുദ്രപേപ്പർ വാങ്ങിയൊക്കെ നമ്മളൊക്കെ ഓടി. എന്താ കാരണം? 1000 രൂപ നമുക്ക് കിട്ടുന്നു എന്ന് നേരത്തെ, കിട്ടാൻ ഇടയുണ്ട് എന്ന് നേരത്തെ അറിവുള്ളത് കൊണ്ടാണ്. ഉറപ്പൊന്നും കിട്ടാൻ ഇടയുണ്ട്. അപ്പൊ നേരത്തെ തന്നെ നമ്മളൊരു പ്രവർത്തനത്തെ താല്പര്യപൂർവ്വം ചെയ്യണമെങ്കിൽ, ഒരു കാര്യത്തിൽ നമുക്ക് ഒരു ആത്മാർത്ഥമായ സമീപനം ഉണ്ടാകണമെങ്കിൽ എന്താണ് നമുക്ക് നേടാനുള്ളത് എന്ന് നേരത്തെ നമ്മൾ എന്ത് ചെയ്യണം? അറിയണം. അപ്പൊ ക്ലാസ്സിൽ വന്നിരിക്കുന്ന ഒരു കുട്ടിക്ക് ഉദ്ദേശ പ്രസ്താവന എന്ന് പറഞ്ഞത് നടത്തുന്നത് ഈ ഒരു 40 മിനിറ്റ് കൊണ്ട് എന്തു നമ്മൾ നേടാൻ പോകുന്നു എന്ന് അവരെ നേരത്തെ അറിയിക്കുന്നത് കൊണ്ടാണ്. അതിനാണ് അങ്ങനെ ഒരു കോളം അതിലിട്ടിട്ടുള്ളത്. ഉദ്ദേശ പ്രസ്താവന നമ്മളതിനൊക്കെ 7 മാർക്ക്, 5 മാർക്ക്, 3 മാർക്ക്, 4 മാർക്കൊക്കെ ഇട്ടിട്ടുണ്ടാവും. കിട്ടാൻ നമ്മൾക്കോ എടുത്ത ഉസ്താദിനോ ഒരു പക്ഷേ ഇവിടുത്തെ എല്ലാം പറഞ്ഞത് സാധാരണഗതിയിൽ ചിലപ്പോൾ അതെന്താണ് എന്ന് അറിയില്ല. ഉദ്ദേശ പ്രസ്താവന, ആ ഉദ്ദേശ പ്രസ്താവന നടത്തി കുട്ടികൾക്ക് ഇത് വേണമെന്ന ഒരു എന്തായാലും പറയാ ഒരു സ്വീകരിക്കാൻ പറ്റുന്ന തലത്തിലേക്ക് കുട്ടികൾ എന്ത് ചെയ്യണം? വരണം. ഒരു എംപ്റ്റി കപ്പ് അതിന് ഉണ്ടാകണം. ഞാൻ സാധാരണ പറയലുള്ളത്, നേർച്ച ചോറിന് പോകുന്ന സമയത്ത് ചെറിയ പാത്രമാണോ വലിയ പാത്രമാണോ കൊടുക്കുക? നിങ്ങൾ പറഞ്ഞോളൂ. ഇവിടെ നമ്മളൊക്കെ ഒരേ ജാതിയല്ലേ? വലിയ പാത്രം അല്ലേ? ഇല്ലേല് വലിയ പാത്രമായിട്ട് തന്നെ പോകരുത്. കിട്ടലിന് എത്ര കുറച്ചാണേലും അവിടെ ചെല്ലുമ്പോൾ ഇനി കുറച്ചുകൂടി തരാന്ന് പറയുമ്പോ പാത്രം തികയാതെ പോകരുത്. ആ നിലയ്ക്ക് നമ്മളൊക്കെ എന്ത് ചെയ്യും? അത്യാവശ്യം വലിയൊരു പാത്രമായിട്ടാണ് നിർച്ചച്ചോറിന് പോവുക. ആണോ അല്ലേ? ഞാൻ അങ്ങനെയാണ്. ഞാനിപ്പോ അതിൽ ശേഷം മോശമായിക്കോട്ടെ, എന്നാലും കുഴപ്പമൊന്നുമില്ല അല്ലേ? നിർച്ചച്ചോറിന് എന്താ കാരണം? നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ആ പാത്രം നമ്മൾ എന്ത് ചെയ്യണം? നല്ലത് കരുതണം. അപ്പൊ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഉദ്ദേശ പ്രസ്താവന കഴിയുമ്പോ കുട്ടികൾ അവരുടെ ഏറ്റവും വലിയ പാത്രം തുറന്നു വെക്കണം. എന്തിന്? കിട്ടുന്നതൊക്കെ ഇങ്ങോട്ട് വാങ്ങി വെക്കാൻ. 40 മിനിറ്റ് കഴിയുന്ന ഒരവസ്ഥയിൽ അവർക്കുണ്ടാകേണ്ട ഒരു രീതി എന്തായിരിക്കണം? എനിക്ക് മതിയായില്ല, എന്റെ കൊട്ട നിറഞ്ഞിട്ടില്ല എന്ന രൂപത്തിൽ ആയിരിക്കണം. അങ്ങനെ ക്ലാസ് എടുക്കാൻ കഴിയുക എന്നത് അധ്യാപകരാകുന്ന നമുക്ക് സാധിക്കുന്നിടത്താണ് 40 മിനിറ്റും കുട്ടികൾ സശ്രദ്ധം ക്ലാസ്സിൽ ഉണ്ടാവുക. നേരെ മറിച്ച് നമ്മുടെ ഉദ്ദേശ പ്രസ്താവന മോശമാവുകയും നമ്മുടെ വിളമ്പി കൊടുക്കാൻ മോശമാവുകയും ചെയ്യുമ്പോൾ 15 മിനിറ്റ് കഴിയുമ്പോൾ ഒരു കുട്ടി എന്ത് ചെയ്യും? മാന്തും, മറ്റോനെ തോണ്ടും, അപ്പുറത്ത് എന്ത് ചെയ്യും? ശ്രദ്ധിക്കും. അപ്പൊ പിന്നെ നമ്മൾ ഇവിടെ ക്ലാസ് നോക്കണം, ഒച്ചടം തീരും. കാരണം എന്താ? ഓന്റെ പാത്രം നിറഞ്ഞിക്കണം. നിങ്ങൾ തുടങ്ങിയപ്പോ തന്നെ ഓനറിയാത് ഈ പാത്രത്തിക്കൊക്കെ ഉണ്ടാവുള്ളൂ. അതിനനുസരിച്ചൊരു പാത്രം ഓൻ്റെ അടുത്ത് ഉണ്ടേനി. അത് നിറഞ്ഞപ്പോ തന്നെ ഓനെന്തായി? ഓന്റെ പണി നിർത്തിവെച്ച്. പിന്നെ പാത്രം ഇല്ലാതെ വിളമ്പാൻ കഴിയോ? പിന്നെ നിസ്സംഗനായി നോക്കിക്കണം.
അതുകൊണ്ടാണ് പലപ്പോഴും നോർമൽ ലെവലിൽ കുട്ടികൾ അശ്രദ്ധരാവാൻ കാരണം. അതൊരു പഠന പ്രശ്നമല്ല, അത് ആരുടെ പ്രശ്നമാണ്? ആരുടെ പ്രശ്നമാണ്? അധ്യാപകന്റെ പ്രശ്നം. അപ്പൊ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, കുട്ടികളുടെ പാത്രത്തിലേക്ക് ലഭ്യമാകാൻ കഴിയുന്ന രൂപത്തിൽ അവർക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ എന്താണെന്ന് പറഞ്ഞ് അത് കൊടുക്കാൻ കഴിയുന്നിടത്ത് വിജയിക്കുമ്പോഴാണ് ക്ലാസ് റൂമിലെ പഠന പ്രവർത്തനം ഒന്നാം ഘട്ടം വിജയിക്കുന്നത്. അതിന് വേണ്ടത് എന്താണ് വിളമ്പാൻ പോകുന്നത് എന്ന് ഉദ്ദേശ പ്രസ്താവന നടത്തണമെങ്കിൽ എന്താണ് വിളമ്പാൻ പോകുന്നത് എന്ന് നമുക്കാദ്യം ബോധ്യമുണ്ടായിരിക്കണം. നമ്മളെ തയ്യാറ റേഞ്ചിലൊന്നും വലിയൊരു പ്രശ്നമില്ല. പല റേഞ്ച് കമ്മിറ്റികളിലും ക്ലാസ് എടുക്കാൻ പോകുന്ന ഉസ്താദ്മാരോട് ചോദിക്കുന്ന ഉസ്താദ്മാർ പറയുന്നത് എന്താണ്? മുന്നൊരുക്കം നമ്മൾ നടത്താറില്ല എന്നാണ്. മദ്രസയിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ ക്ലാസ് ചെന്നിട്ടാണ് എന്ത് ചെയ്യുക? ഇവിടെ എത്തി ഇന്നിപ്പോ ഏതാ ഫിഖിലെ എത്രാമത്തെ പാടാടാ? അത് നമ്മൾ അവിടെ പേര് എടുത്തില്ലേ? അവരെടുത്തിട്ടില്ല. എന്നാ പോട്ടെ എടുത്തു. ഈ രൂപത്തിൽ മുന്നൊരുക്കമില്ലാതെ നമ്മൾ പോയാൽ എന്താണ് എടുക്കേണ്ടതെന്ന് അവർക്ക് ഉദ്ദേശ പ്രസ്താവന നടത്താൻ നമുക്ക് സാധിക്കാതെ പോകും. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കുട്ടികളുടെ മുമ്പിൽ പരാജയപ്പെട്ട അധ്യാപകനായി മാറും. കാരണം എല്ലായ്പ്പോഴും അധ്യാപകന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, if you fail to prepare, you are preparing to fail. നിങ്ങൾ മുന്നൊരുക്കം നടത്താൻ പരാജയപ്പെടുന്നു എങ്കിൽ നിങ്ങൾ പരാജയപ്പെടുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ക്ലാസ്സിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ മുന്നൊരുക്കമില്ലാതെയാണ് പോകുന്നതെങ്കിൽ മോശപ്പെട്ട പരാജിതനായ ഒരു അധ്യാപകനാകാനുള്ള മുന്നൊരുക്കമാണ് നമ്മൾ ജീവിതത്തിലത് നടത്തിയത്. അപ്പൊ ഒന്നാമതായി ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ക്ലാസ് റൂം മാനേജ്മെന്റ് ക്ലിയർ ആകണമെങ്കിൽ എന്ത് വേണം? നമ്മൾ എന്താണ് ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് എന്ന് നേരത്തെ നാം അറിഞ്ഞിരിക്കണം. എന്നാലേ അതിനനുസരിച്ച് ക്ലാസ് കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. അങ്ങനെ നമ്മൾ ഉദ്ദേശ പ്രസ്താവനയൊക്കെ നടത്തി അവരുടെ ആ ഒരു പാത്രമൊക്കെ വലുതാക്കി തുറന്നു വെച്ച് ആവേശകരമായി ആ കുട്ടികൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്ത തരത്തിലുള്ള പാത്രങ്ങളായിരിക്കും ഉണ്ടാവുക. നേരത്തെ ചോറ് ഉദാഹരണം കൊടുക്കാം. ചിലരിപ്പം ചാറ് വാങ്ങാൻ വേണ്ടിയിട്ട് കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടാവും അല്ലെ? ചിലര് തൂക്കുപാത്രം കൊണ്ടുവന്നിട്ടുണ്ടാവും, ചിലര് വലിയ പാത്രം കൊണ്ടുവന്നിട്ടുണ്ടാവും, ചിലര് ചോറും ചാറും ഒക്കെ കൂടി നിക്കട് പറഞ്ഞാൽ ഒരു പാത്രം ഇട്ടേക്കാരം വന്നിട്ടുണ്ട്. നമ്മളെ മുമ്പിലിരിക്കുന്ന 10 കുട്ടികളുണ്ടെങ്കിൽ 10 കുട്ടികളുടെയും പാത്രത്തിന്റെ ഒഴിച്ചു കൊടുക്കാനുള്ള ഭാഗം, അതിന്റെ മോഡൽ വ്യത്യസ്ത തലങ്ങളിൽ ആയിരിക്കും. ഇതിൽ ഓരോന്നിലേക്കും എങ്ങനെ ഒഴിച്ചു കൊടുക്കണമെന്ന് മുൻധാരണയും പരിചയവുമുള്ളവനായി അധ്യാപകനാകുന്ന വിളമ്പുന്നവൻ. എല്ലാ കുട്ടികളും ഒരേ സൈസ് പാത്രമായിട്ട് വരില്ല. ചിലർ തൂക്കാത്രം കൊണ്ടുവരും, ചിലരൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളെ മേത്തിട്ട് ഇങ്ങോട്ടാവും അല്ലെ? അങ്ങനെ നമ്മൾ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട, ഓരോരുത്തരുടെ പാത്രത്തെയും അറിഞ്ഞു ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് പാഠനമെന്ന്, അധ്യാപനമെന്ന്. പക്ഷെ നമ്മൾ സ്വീകരിക്കുന്ന ഒരു നിലപാട്, നമ്മളടുത്ത് ഒരു തള്ളക്കൈയിലുണ്ടാകും, അതുകൊണ്ട് തന്നെ മുക്കിപ്പാരും ചിന്തനമൊക്കെ കിട്ടും, കിട്ടണമൊക്കെ കിട്ടും, അല്ലാത്തതൊക്കെ പുറത്തു. നമ്മളടുത്ത് ഒരു തള്ളക്കൈയിൽ തന്നെയല്ലേ പറയാം. നിങ്ങളൊക്കെ ആണുങ്ങളായതുകൊണ്ട് തന്തക്കൈയിൽ പറയാം. നിങ്ങളൊരു ദേഷ്യം എന്നോട് അങ്ങനെയാണല്ലോ. ഇതിന് തള്ളവിരലെന്നും പറയും, തന്താവിരലെന്നും പറയും. അത് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ്. ആർക്കും ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മൾ തള്ളക്കൈയിലോ അല്ലെങ്കിൽ നമ്മുടെ തന്തക്കൈയിലോ ഒരേ രൂപത്തിലുള്ളതാണ്. നമ്മൾ അതുകൊണ്ട് മുക്കി ഇങ്ങനെ പാരും. ചോട്ടിൽ വെച്ച പാത്രം ഏതാണോ നല്ലോണം വീതിയും വിസ്താരം ഉള്ളതാണെങ്കിൽ പാരുന്നത് ഫുള്ളായിക്ക് കിട്ടും അല്ലെ? ചില കുട്ടികൾ അങ്ങനെ ഉണ്ടാവും, നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന, നല്ല ബുദ്ധികൂർമ്മതയുള്ള, നല്ല സജീവ ശ്രദ്ധയുള്ള കുട്ടികളുണ്ടാകും. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഈ തള്ളക്കൈയിലോണ്ട് പറഞ്ഞാല് ഫുള്ളായിക്ക് കിട്ടും. ഓല് മനസ്സിലായോ? മനസ്സിലായി, ഓർക്ക് കിട്ടി. വേറെ ചില ആളുകൾ അത്ര തന്നെ വിസ്താരമില്ലാത്തൊരു പാത്രമായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക, ചെറിയ തൂക്കുപാത്രം. അതിൽ നമ്മളിങ്ങനെ പാരുമ്പോൾ എന്ത് ചെയ്യും? കുറച്ച് കറി, 2 കഷ്ണം, ബാക്കിയൊക്കെ പുറത്തേക്ക് പോകും. പോലെ പാത്രത്തിൽ എന്ത് ഇട്ടിട്ടുള്ളൂ? വളരെ കുറച്ച്. എന്നാ അവിടെ ചിലപ്പം കുപ്പിയും കൊണ്ടുവന്ന ആളുകളുണ്ട്.
നമ്മൾ ഇതേ പാരൽ പറഞ്ഞാൽ ഒറ്റ കഷ്ണയ്ക്ക് വീണിട്ടുണ്ടാവില്ല, ഒരു നീരിങ്ങനെ ഒലിച്ചിറങ്ങിയിട്ടുണ്ടാവുക. ചിലപ്പോൾ അങ്ങനെയാവും. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ മാറ്റം വരുത്തേണ്ടത് എന്താണ്? ഒഴിച്ചു കൊടുക്കുന്ന നമ്മുടെ മനോഭാവം, നമ്മുടെ തള്ളക്കൈയിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ പാത്രത്തിലേക്കും ഒഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ പരുവപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയാണെങ്കിൽ വന്നു മുന്നിലിരിക്കുന്ന 10 കുട്ടികൾക്കും അവരുടേതായ പാത്രങ്ങളിലേക്ക് ആവശ്യമുള്ളത്ര കിട്ടും. ഇനി ചില കുട്ടികൾ വളരെ ചെറിയ പാത്രം കൊണ്ടുവന്നവരുണ്ടാവും. അതിലേക്ക് എത്ര മെനക്കെട്ടൊഴിച്ചാലും ചിലപ്പോ വളരെ കുറച്ചു മാത്രമേ കയറുള്ളൂ. അങ്ങനത്തെ അടുത്ത് തൽക്കാലം ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നുള്ള ചില പാത്രങ്ങളൊക്കെ വാങ്ങി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ആ കുപ്പി തന്നെ അങ്ങനെ ഇട്ട് മുക്കിയിട്ട് കുറച്ച് കൊടുക്കേണ്ടി വരും. അതിലേക്ക് ചില കഷ്ണങ്ങളൊന്നും വീഴൂല, കാരണം അത്ര ചെറുതാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് കുട്ടികളുടേതാണ്. അത്തരം പ്രശ്നങ്ങളിൽ മാത്രമേ കുട്ടികൾക്ക് വിഷയങ്ങൾ ഉണ്ടാവുകയുള്ളൂ. മനഃശാസ്ത്രം പറയുന്നതനുസരിച്ച് ഇപ്പോ 100 കുട്ടികളുണ്ടെങ്കിൽ അതിൽ 10 കുട്ടികളും പഠന പ്രശ്നങ്ങൾ ഉള്ളവരാണ് എന്നാണ്. 100 കുട്ടികളുണ്ടെങ്കിൽ 10 കുട്ടികളും. അപ്പൊ 100 കുട്ടികളുള്ള ഒരു മദ്രസയാണെങ്കിൽ നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം? ആ മദ്രസയിലെ 10 കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള പഠന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ്. അങ്ങനെ പഠന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന 10 കുട്ടികൾ ഉണ്ടാകുമ്പോൾ 10 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിയെങ്കിലും അങ്ങനെ ഉണ്ടാകും. അപ്പൊ ആ ഒരു കുട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്, എന്തൊക്കെ ആ കുട്ടിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന്, എങ്ങനെ ആ കുട്ടിയുടെ പാത്രത്തിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒഴിച്ചു കൊടുക്കുമെന്ന് ആര് പഠിച്ചിരിക്കണം? അധ്യാപകരായ നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഏതൊക്കെ കാരണങ്ങളെ കൊണ്ടാണ് കുട്ടികൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും ഏതൊക്കെ രീതിയിലാണ് ആ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുക എന്നും നമ്മൾ പഠിക്കേണ്ടി വരും. ഒന്നാമതായി സാധാരണഗതിയിൽ കുട്ടികളിൽ കണ്ടുവരുന്ന പഠന പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ശാരീരികമായി സംഭവിക്കുന്നതായിരിക്കാം. പലപ്പോഴും നമ്മളത് തിരിച്ചറിഞ്ഞുകൊള്ളണമെന്നില്ല. ഉദാഹരണത്തിന് നേരത്തെ ഉസ്താദ് ക്ലാസ് എടുത്തപ്പോ അവിടുള്ള കുട്ടിനോട് വായിക്കാൻ പറഞ്ഞു, അല്ലെ? വായിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ആ കുട്ടി ചെയ്തത് എന്താ ചെയ്തത്? മുസ്ഹഫിലേക്ക് നോക്കുകയാണ്. എന്താണ് അതിൽ നിന്നൊരു അധ്യാപകൻ തിരിച്ചറിയേണ്ടത്? കാഴ്ചബോധം. ആ കുട്ടിക്ക് അവിടെ എഴുതിയ കാര്യത്തെ ഇത്ര ദൂരെ നിന്ന് നോക്കുന്നതിന് ചില പ്രതിസന്ധികൾ ഉണ്ട്. ഈ മദ്രസ ഉസ്താദാര, ആ കുട്ടികളെ പഠിപ്പിക്കുന്ന ഉസ്താദാര ഇന്നലെ ആ കുട്ടിക്ക് എന്തെങ്കിലും കാഴ്ച പ്രശ്നങ്ങളുള്ളതായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ചെറുതായിട്ട്. അപ്പൊ ആ കുട്ടിയെ ബോർഡ് എഴുതിയിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ഉസ്താദ് അങ്ങനെയൊന്നും ചെയ്തില്ല. ഉസ്താദ് വളരെ കണ്ടീഷനായിട്ട് എന്ത് ചെയ്തു, മനസ്സിലാക്കി ഇതുപോലെ പെരുമാറി. ഏതായാലും നമ്മൾ പലപ്പോഴും ബോർഡ് മുക്ക് നോക്കി വായിക്കാനല്ലേ എന്നോട് പറഞ്ഞ് അത് നോക്കി വായിക്കുക. അപ്പൊ ഈ കുട്ടിയുടെ ഉള്ളിൽ എന്തായി? ഒരു ഭീതി ഉടലെടുത്തു. ഭീതി ഉടലെടുത്താൽ മാനസിക പ്രതിഭാസമായി നടക്കേണ്ട പ്രശ്നങ്ങൾ, പഠനങ്ങൾ നടക്കുകയേയില്ല. നമ്മൾ അധ്യാപകരോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, രാവിലെ തന്നെ കുട്ടികൾ വരുന്ന സമയത്ത് എന്താണ് നേരം വയ്ക്കിയത്, എന്നിട്ട് വടിയെടുത്ത് മര്യാദയ്ക്ക് നേരത്തെ വന്നുകൊള്ളി എന്നൊക്കെ പറഞ്ഞ് ഒരു ഭീതിജനകമായ അന്തരീക്ഷം രാവിലെ ഉണ്ടാക്കരുത് എന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ ഉൾക്കൊള്ളുന്നിടത്തോളം രാവിലെ കുട്ടികൾ നേരം വൈകുന്നത് കുട്ടികളുടെ പ്രശ്നം കൊണ്ട് അല്ല. പിന്നെ ആരുടെ പ്രശ്നം കൊണ്ട്? എഴുന്നേക്കാൻ നേരം വൈകി. കുട്ടികളല്ല, നമ്മളും എന്ത് ചെയ്യും? എഴുന്നേക്കാൻ നേരം വൈകൂല. കുട്ടികളുണ്ടോ? അല്ലേ? ഉണ്ട്. പലപ്പോഴും നമ്മൾ എഴുന്നേറ്റ് നമ്മളെ ഭാര്യ വിളിച്ചോണ്ടിട്ടിരിക്കും. ഞാനൊക്കെ സാധാരണ നാട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് 4 മണിക്ക് അവിടുന്ന് പുറപ്പെടണം, 4-4:15 പുറപ്പെടണം. 3:30 തുടങ്ങുകയോട് വിട്ടത്. 3:30 എന്നിട്ട് വിരട്ടിയിട്ട് നോക്കി നിങ്ങൾക്ക് നേരം വൈകൂട്ടോ എന്നൊക്കെ പറഞ്ഞ അവസാനം ഒന്ന് നീച്ചു നോക്കിയാണ് നിങ്ങൾ, അല്ലെങ്കിൽ നന്ദി പോകണ്ട. ലാസ്റ്റ് പറയുന്ന വർത്താനാണ്. ഓക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഓക്ക് സന്തോഷമാണല്ലോ എന്ന് വിചാരിച്ചപ്പോൾ പറ്റൂല, ഞാൻ പോകണത് അവിടെ നമ്മൾ എഴുന്നേക്കും. എന്നിട്ട് ഓൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു, അവസാനത്തെ തന്ത്രമാണ് അത് പറഞ്ഞ ഞങ്ങൾ എന്തായാലും നഞ്ഞ് പോണ്ട, ഒരു ദിവസം ലീവ് എടുത്താളിയാണ്. അപ്പൊ എന്തായി? അതിന് നമുക്ക് താല്പര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത്രത്തോളം എത്തിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. സമയം ചാടി എഴുന്നേറ്റ് നമ്മൾ പോയി. അപ്പൊ നമ്മൾ തന്നെയും ഉറങ്ങിയാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചുരുങ്ങിയത് 8 മണിക്കൂറും 12 മണിക്കൂറിന്റെ ഇടയിൽ പ്രായത്തിനനുസരിച്ച് ഉറങ്ങുന്നതാണ്. ഈ ഉറക്കത്തിന്റെ സമയത്ത് അവരെ വിളിച്ചുണർത്തി പറഞ്ഞേക്കുന്ന ഡ്യൂട്ടി എടുക്കാൻ മാതാപിതാക്കൾക്കാണ്. അവരത് ചെയ്യാത്തതിന് നമ്മൾ ആരെയെ ശിക്ഷിക്കുക? നമ്മളാരെയും ശിക്ഷിക്കുന്നത്? കുട്ടികളെയാണ് നമ്മൾ പലപ്പോഴും ശിക്ഷിക്കുന്നത്. നമ്മളെടുത്ത് അതേ മാർഗമുള്ളൂ എന്നാണ് പിന്നെ പറയാനുള്ളത്. ഞാൻ പറഞ്ഞത്, കയറി വരുന്ന രാവിലത്തെ സമയത്ത് തന്നെ ക്ലാസ്സിൽ ചോദ്യം ചോദിച്ചിട്ട് അടിക്കുന്ന അധ്യാപകരുണ്ട്.
ഒന്നാമത്തെ എന്താണ്, യഥാർത്ഥത്തിൽ പഠന രീതിയിൽ തലേ ദിവസം പഠിപ്പിച്ചത് പിറ്റേ ദിവസം ചോദിക്കുക എന്നുള്ളൊരു രീതി തന്നെ എല്ലാം ഉണ്ടോ? പഠിപ്പിച്ചത് മനസ്സിലായോ എന്ന് നോക്കാൻ പഠിപ്പിച്ചതിന് ശേഷം അപ്പം തന്നെയാണ് എന്ത് നടക്കേണ്ടത്? പരീക്ഷ നടക്കേണ്ടത്, മൂല്യനിർണ്ണയം നടത്തേണ്ടത്. ആ മൂല്യനിർണ്ണയം നടത്തുന്ന സമയത്ത് ആ കുട്ടിക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ അത് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ മെമ്മറി പവറാണ് പരിശോധിക്കുന്നത് പിറ്റേന്ന് വരുമ്പോൾ. അതിന്റെ ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ തലേന്ന് പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നുണ്ടെന്ന് അറിയാൻ അവസാനത്തിൽ അത് ചോദിക്കാം. കാരണം എന്താ, രാവിലെ കയറി വരുമ്പോൾ തന്നെ ഉസ്താദ് ഒരു വഴിയൊക്കെ ഉസ്താദിനുള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ കുട്ടികൾക്ക് അതെന്താണ്, ഒരു ഭീതിതമായ അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഒരിക്കലും പുലിക്കൂടിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കുട്ടിയെ പഠിക്കാൻ വിടരുതെന്ന്. അപ്പൊ കുട്ടിയുടെ മനസ്സിൽ ആത്മസംഘർഷം ഉണ്ടാകും, ഭീതി ഉണ്ടാകും. ഭീതിയുടെ നിഴലിൽ നിന്നുകൊണ്ട് പഠിക്കുക എന്നത് ഒരിക്കലും, ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ ക്ലാസ് എടുത്ത് രസമായിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. ആ സമയത്ത് ഇതിന്റെ ചുറ്റുഭാഗത്തും എന്തോ ഒരു വെടിവെപ്പോ അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് മാന്യമായിട്ട് പഠിക്കാൻ കഴിയില്ല. ഒരു കല്ലേറ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കല്ല് വരാൻ സാധ്യതയുണ്ട് പറഞ്ഞാൽ പഠിക്കാൻ നടക്കും. ഇതേ അവസ്ഥയാണ് കുട്ടികൾക്ക് ഉണ്ടാകുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ കുട്ടികളെ ഭീതിപ്പെടുത്തുന്നത്, ഭീഷണിപ്പെടുത്തുന്നത്, അടിക്കുന്നത് ഒക്കെ ക്ലാസ് റൂമുകളിലെ ആദ്യഘട്ടത്തിലെങ്കിലും ഒഴിവാക്കുക. അപ്പൊ മനസ്സ് ഫ്രീ ആയ ഒരു സമയത്താണ് പഠനം നടക്കേണ്ടത്. അപ്പൊ അങ്ങനെ നമ്മൾ കുട്ടികളെ കണക്കാക്കുമ്പോൾ കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥയിലെ ഈ 10% എങ്ങനെ കൈകാര്യം ചെയ്യാവുന്നതിൽ ഒന്നാമത്തേത് ശാരീരികമാണ്. ശാരീരികമായത് കണ്ടെത്തുക എന്നതാണ് നമ്മളുടെ പ്രധാന ചുമതല. കേൾവിക്ക് കുറവുണ്ടാവും, കാഴ്ചയ്ക്ക് കുറവുണ്ടാവും, എഴുത്തിനാണെങ്കിൽ കൈയിന്റെ ചലനശേഷിക്ക് വ്യത്യാസം ഉണ്ടാകും, അതുപോലെ തന്നെ വായിച്ചെടുക്കുന്നിടത്ത് കണ്ണുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത്തരം കാര്യങ്ങളെ കണ്ടെത്തുക എന്നതാണ് ഒന്നാമത്തെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, ചിലർക്ക് ഉച്ചാരണത്തിൽ ചില ലെറ്റേഴ്സൊക്കെ, ചില അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കുന്നിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം അവരുടെ നാവ്, അവരുടെ ചെറുനാവ് എന്ന് നമ്മൾ പറയുന്നത്, ഇതിന്റെയൊക്കെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് വളരെ ചെറിയ പ്രായത്തിൽ കണ്ടുപിടിച്ചാൽ സ്പീച്ച് തെറാപ്പിയൊക്കെ ചെയ്തുകൊണ്ട് നന്നാക്കിയെടുക്കാൻ പറ്റും. ഹിയറിംഗ് കംപ്ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ഇമ്പാക്ട്സ് ഒക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും. കണ്ണിന്റേതാണെങ്കിൽ കണ്ണട വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ വർദ്ധിപ്പിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള പല രീതികളിലും അടിസ്ഥാനപരമായി കണ്ടുപിടിക്കപ്പെട്ടാൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുമെന്നതാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. രണ്ടാമത്തെ ഒരു പ്രശ്നം വരുന്നത് എന്ന് പറയുന്നത് വായനയിലും മനസ്സിലാക്കുന്നതിലുമുള്ള പ്രശ്നമാണ്. വായനയിലും മനസ്സിലാക്കുന്നതിലുമുള്ള പ്രശ്നം, ഡിസ്ലെക്സിയ എന്നാണ് അതിന് സാധാരണഗതിയിൽ മനഃശാസ്ത്രം പറയാം. ഈ ഡിസ്ലെക്സിയ വന്ന കുട്ടികൾക്ക് വായിക്കുവാൻ കഴിയില്ല. വായിക്കുമ്പോൾ ഇങ്ങനെ സാവകാശം വായിക്കും. ഖുർആൻ ഓതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് അത്തരം കുട്ടികൾ ഭൂരിപക്ഷവും വിരല് വെച്ചുകൊണ്ട് വായിക്കുമ്പോൾ. ഒരിങ്ങനെ വിരലിങ്ങനെ വെച്ചിട്ട്, അഥവാ അക്ഷരം ഫെറുക്കുകയാണ് ഒരു വിരല് വെച്ചുകൊണ്ട് വായിക്കുന്നവരായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ വായിക്കുന്ന സമയത്ത് വിരലൊക്കെയുണ്ടോ? ഖുർആൻ ഓതുമ്പോൾ വിരലൊക്കെയുണ്ടോ? നമ്മൾ പത്രം വായിക്കുമ്പോൾ വിരലൊക്കെയുണ്ടോ? എന്നാൽ ഇതൊക്കെ ചെയ്യുന്ന സമയത്തും 18, 20, 25 ഒക്കെ വയസ്സായാലും പുസ്തകം കയ്യിൽ കിട്ടിയാൽ ഇങ്ങനെ വായിക്കുന്നവർ, അതുള്ളവരൊക്കെ ഡിസ്ലെക്സിയ ഉള്ളവരാണെന്നല്ല, ഡിസ്ലെക്സിയ ഉള്ള പല ആളുകളും ഭൂരിപക്ഷത്തിന്റെയും രീതി അവർ വിരല് വെച്ചുകൊണ്ട് വായിക്കുന്നവർ ആയിരിക്കും. അത്തരം കുട്ടികൾക്ക് നമ്മളത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് മാനസികമായ ചില തലച്ചോറുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. അതിന് നമ്മൾ ഒറ്റയടിക്ക് ഒരു പരിഹാരം നിർദ്ദേശിച്ച് ചികിത്സയല്ല അതിന് കൊടുക്കുക, മറിച്ച് സാവകാശം അവരെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അല്പാൽപമായി വായിക്കാൻ, അവരെ സ്വയമായി വായിക്കാൻ വേണ്ടി വിടുക എന്നുള്ളതാണ്. നമ്മളവരെ സ്പീഡ് വായനക്ക് നിർബന്ധിക്കുന്നതിന് പകരം അവരെ സ്വയം വായനയ്ക്ക് വിടുക. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു പാടെടുത്ത് മൗന വായനക്ക് അവസരം കൊടുത്തു. ഖുർആനിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് മൗനമായിട്ട് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞൊരു ഭാഗം നമ്മൾ വിട്ടുകൊടുത്തു. എല്ലാ കുട്ടികളും വായിച്ചു കഴിഞ്ഞിരിക്കുമ്പോഴും ഓളിങ്ങനെ വായിക്കാൻ എല്ലായിടത്തും നിന്നും തോന്നുമ്പോൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഓൻ എന്ത് ചെയ്യും, ഓൻ നിർത്തും, ഓൻ വായിച്ച് മുഴുവനായിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മളുടെ രീതി എന്താണ്, ജിഞ്ഞും വായിച്ചു കഴിഞ്ഞിട്ടില്ലേ, എന്താ എനിക്ക് വേണം വായിച്ചാൽ എന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യും, അവൾക്ക് അവസരം നിഷേധിക്കും, അവർക്ക് അവസരം നിഷേധിക്കും. അങ്ങനെ നിഷേധിക്കുന്നതിന്റെ മുമ്പ് ഈ കുട്ടിക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് വായിക്കാൻ കഴിവ് കുറവുണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തി, ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് മാത്രമായി അവസരം നൽകുകയാണ് ചെയ്യുന്നത്. വിരല് വെക്കാൻ പാടില്ല ഞാൻ പറഞ്ഞിട്ടല്ലോ.
ഇങ്ങനെയുള്ള വിരല് വെക്കുന്നതിന് പ്രശ്നമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ വെച്ച് സ്വയമായി വായിക്കുന്ന ആളുകൾ ഇല്ല, വിരല് വെക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. വിരല് വെക്കാതെയും വായിക്കാമെന്നാണ്. വിരല് വെക്കാതെയും വായിക്കാമെന്നാണ്. ശീലിക്കാൻ കഴിയുമ്പോൾ സ്പീഡ് വായനക്കൊക്കെ നല്ലതാണ്. കാരണം കണ്ണിന്റെ ചലനത്തിനനുസരിച്ച് കൈ ചലിക്കില്ല. കണ്ണിന്റെ ചലനത്തിനനുസരിച്ച് എന്ത് ചെയ്യൂല, കൈ ചലിക്കൂല. അപ്പൊ നമ്മള് സ്പീഡ് വായനയ്ക്ക് എതിരാണ് വിരല് വെച്ചിട്ടുള്ള വായന. കാരണം നമ്മൾ ഇങ്ങനെ വായിക്കുന്ന അത്ര സ്പീഡിൽ ഇങ്ങനെ പോരാൻ. അപ്പൊ വിരല് വെച്ച് വായിക്കുന്നത് വായനയുടെ താളം ലഭ്യമാകുമെങ്കിലും സ്പീഡ് ലഭ്യമാകാതെ പോകും. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ ചെറിയ ക്ലാസ് 2ാം ക്ലാസ്സിലൊക്കെ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സ്പർശനത്തിന് കൂടി അവസരം കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ സ്പർശനം എന്ന് പറയുന്നതിൽ അക്ഷരത്തെ ഇങ്ങനെ വിരല് വെച്ചുകൊണ്ട് ഒരു സ്പർശനം നടക്കുന്നില്ല. സ്പർശിച്ചുകൊണ്ട് പഠിക്കാനുള്ള രീതി വേറെയാണ്. ഇൻഷാ അല്ലാഹ് സമയത്ത് നമുക്ക് പറയാം. അപ്പം പഠന പിന്നോക്കാവസ്ഥ വരുന്ന ഇത്തരം കുട്ടികൾക്ക് വായിക്കാനുള്ള അവസരം കൂടുതൽ കൊടുത്തുകൊണ്ട് സാവകാശത്തിൽ അവരെന്ത് ചെയ്യാം, അതൊരു പ്രശ്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുകയും അവരുടേതായ സമയം കൊണ്ട് അവരെ വായിപ്പിക്കുകയും ചെയ്താൽ അവർക്ക് ഗ്രഹിക്കാൻ സാധിച്ചേക്കും. എന്നാൽ പോലും ഗ്രാഹ്യശക്തിയിൽ അവർക്ക് ചില തകരാറുകൾ സംഭവിക്കാനും അത്തരം പ്രശ്നങ്ങളുള്ള കുട്ടികളെ നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ള കുട്ടികളുടെ കൂടെ എത്തിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവരുടേതായ നിലവാരത്തിലേക്ക് അവരെ എത്താൻ വേണ്ടി നമ്മൾ സഹായിക്കുകയും ചെയ്യുകയാണ്. ബാക്കിയുള്ളവരൊപ്പം എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ എന്താവില്ല, എത്തൂല. എന്നാൽ എത്തുന്നില്ലല്ലോ എന്ന് വെച്ച് നമ്മൾ അവളെ എന്ത് ചെയ്യാനും പാടില്ല, ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് എനിക്ക് വായിച്ചാൽ കുട്ടികൾ അവിടെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഉള്ള താളത്തെ തെറ്റിക്കുവാനോ പാടില്ല. മറിച്ച് ആത്മവിശ്വാസം കൊടുക്കുകയും അവർക്ക് അവരുടേതായ അവസരങ്ങൾ കൊടുക്കുകയും കൺഗ്രാറ്റ്സ് ചെയ്തുകൊണ്ട് അവരെ ഉള്ളതിൽ നിന്ന് പതിയെ പതിയെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത്. എല്ലാവരുടെയും കൂടെ അവരെത്തിക്കാൻ കഴിയുമെന്ന് മനഃശാസ്ത്രം ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അവരവരുടേതായ ഒരു വളർച്ചയിൽ എന്ത് ചെയ്യും. പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവരെ കൂടുതൽ മുരടിപ്പിക്കാതെ ഉള്ളതിനനുസരിച്ച് അവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവരെ കൂടി പഠന പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാൻ കഴിയും. ഒരിക്കലും അവരെന്ത് ചെയ്യാൻ പാടില്ല, അവഗണിക്കാൻ പാടില്ല. പലപ്പോഴും നടക്കുന്നത് ക്ലാസ് റൂമുകളിൽ ഇത്തരത്തിൽ കാര്യങ്ങളിൽ അവഗണനയാണ് നടക്കുക. അവഗണന നടക്കും. കാരണം എന്താ, നമുക്കറിയാം അവൻ വായിച്ചാൽ എത്തൂല, അവൻ നമ്മൾ അവനെ കൊണ്ട് വായിപ്പിക്കാനല്ല. എപ്പോഴും വായിപ്പിക്കാം, ലാസ്റ്റ് വായിപ്പിക്കണമെന്നില്ല. എല്ലായ്പ്പോഴും ലാസ്റ്റ് വായിപ്പിക്കുന്ന കുട്ടികളെ അപഹസിക്കലാണ്. ഓൻ അവസാനത്തെ ആളാന്നൊരു തോന്നലും എന്റെ മനസ്സിലുണ്ടാവും. നമ്മൾ അവസാനം വായിപ്പിച്ചാലും ആദ്യം വായിപ്പിച്ചാലൊക്കെ ഓനുള്ള സമയം നമ്മൾ കൊടുക്കണ്ടേ, ഓനുള്ളൊരു സമയം നമ്മൾ കൊടുക്കണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഏതു സമയത്താണോ അവനെ കൊണ്ട് വായിപ്പിക്കുന്നത് അത്രയും സമയം ഒന്ന് കൊടുത്താൽ മതി. വേണമെങ്കിൽ വായിക്കുന്ന ഏരിയ കുറച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഇതാക്കാം. എന്നിട്ട് സാവകാശം അവന് ഒഴിവുള്ള സമയത്തിനുള്ളിൽ അവർ കൂടുതൽ ശ്രദ്ധിക്കുമ്പോഴേ മറ്റുള്ളവരുടെ പഠനം ഇല്ല. മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ മാത്രമല്ല നമ്മുടെ വിദ്യാർത്ഥികൾ എന്ന തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അത് വേണം. അതേ പറഞ്ഞ അവരെ വായിപ്പിക്കുന്ന ഏരിയ കുറക്കാം, പിന്നെ സ്പെഷ്യൽ കെയർ കൊടുക്കുകയും ചെയ്യാം. ഇപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ പുതിയ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ രീതി അനുസരിച്ച് ഇൻഷാ അല്ലാഹ് വരുന്ന ഇതിലൊക്കെ ഓരോ മദ്രസകളിലും അത്തരം കുട്ടികൾക്ക് വേണ്ടി മാത്രം സ്പെഷ്യൽ സൗകര്യങ്ങൾ ഒരുക്കി സ്പെഷ്യൽ സമയം കണ്ടെത്താനുള്ള നിർദ്ദേശങ്ങളൊക്കെ മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇനി മുകളിൽ നിന്ന് നിർദ്ദേശമായിട്ട് താഴേക്ക് വരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യും, സ്മാർട്ട് മദ്രസകളാകുന്നതിന്റെ ഭാഗമായി അത്തരം സൗകര്യങ്ങളൊക്കെ ഒരുപക്ഷെ വന്നേക്കും. അങ്ങനെ വരുമ്പോൾ അവർക്ക് സ്പെഷ്യലായിട്ട് എന്ത് ചെയ്യും, സ്കൂളുകളിലൊക്കെ അങ്ങനെയുണ്ട്. സ്കൂളുകളിലൊക്കെ കൗൺസിലർമാരുണ്ട്, അതുപോലെ തന്നെ മനഃശാസ്ത്ര വിദഗ്ധരുണ്ട്, ക്ലാസ് ടീച്ചർ, അതുപോലെ തന്നെ മറ്റു വിഷയമെടുക്കുന്ന അധ്യാപകർ, രക്ഷിതാക്കൾ, ഇത്രയും കൂടുന്ന ഒരു കോക്കസ്, ഒരു കമ്പനി എന്ത് ചെയ്യാണ്, അവരെ ശനിയാഴ്ചകളിലോ അല്ലെങ്കിൽ ഞായറാഴ്ചകളിലോ ഒക്കെ മാത്രമായി അവർക്ക് 2 മണിക്കൂർ 3 മണിക്കൂർ കൊടുത്തുകൊണ്ട് സ്പെഷ്യൽ ട്രെയിനിങ്ങുകളും സ്പെഷ്യൽ കെയർ ക്ലാസ്സുകളും ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള സ്പെഷ്യൽ ക്ലാസ് റൂമുകൾ എവിടെയുണ്ട്, സ്കൂളുകളിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഗവൺമെന്റിന്റെ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ രീതി മനഃശാസ്ത്ര രംഗത്ത് നമുക്ക് മദ്രസയിലേക്കും വന്നുകൂടായികയില്ല. പിന്നീട് വരുന്ന രക്ഷിതാക്കളെ നിർബന്ധത്തിന് അടിമപ്പെട്ട് വരുന്നത് കൊണ്ടാണോ കുട്ടികൾക്ക് ഈ ശ്രദ്ധക്കുറവുണ്ടാവാൻ കാരണം? അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. രക്ഷിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി എന്ന് പറയുന്നത് അല്ല ശരി. മദ്രസയും മദ്രസയുടെ പഠന പ്രവർത്തനങ്ങളും കുട്ടികൾക്ക് താല്പര്യമുള്ളതാക്കാൻ രക്ഷിതാവിനും അധ്യാപകനും മാനേജ്മെന്റിനും ഒന്നും കഴിയുന്നില്ല എന്നാണ്. രക്ഷിതാക്കളെ മാത്രം അതിൽ കുറ്റപ്പെടുത്തുന്ന കഥയില്ല. രക്ഷിതാക്കളെ മാത്രം കുറ്റപ്പെടുത്തുന്നത്, ഏതൊരു പ്രവർത്തനം നടത്തുമ്പോൾ അതിന്റെ പിന്നിൽ എന്തുണ്ടാവും, ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടാവും. നമ്മളൊക്കെ മദ്രസ രംഗത്ത് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? മദ്രസ രംഗത്ത് നമ്മളൊക്കെ നിലനിൽക്കുന്നുണ്ടാ ഒരു നിർബന്ധ ബുദ്ധി നമുക്കുള്ളത് കൊണ്ടല്ലേ. എന്താണ്, നമ്മൾ ദീനി രംഗത്ത് പ്രവർത്തിക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ വേറെ പണി നമുക്ക് കിട്ടായിട്ടൊന്നുമല്ല. ഏതെങ്കിലും ഒരു നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് എല്ലാ മേഖലയിലും എല്ലാവരും എന്ത് ചെയ്യുന്നത്, നിലനിന്ന് പോകുന്നത്. ഭർത്താവിന്റെ കൂടെ ഭാര്യ നിലനിൽക്കുന്നത്, ഭാര്യനെ നോക്കി ഭർത്താവ് നിലനിൽക്കുന്നതും ഒക്കെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നിർബന്ധം ഉള്ളത് കൊണ്ടാണ്. അതല്ല, പൊതുവെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ
അതായത് വീട്ടിൽ നിന്ന് നിർബന്ധിതരായിട്ടാണ് എന്താവുന്നത്, സ്കൂൾക്കാണെങ്കിലും മദ്രസക്കാണെങ്കിലും വരുന്നത്. ഒരു ദിവസം ലീവ് കിട്ടുകയാണെങ്കിൽ ആ ഒരു ദിവസത്തെ ലീവിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഓരോ ദിവസം മുന്നോട്ട് എന്ന് പറഞ്ഞാല് ഞാനതാണ് ആദ്യം പറഞ്ഞു തുടങ്ങിയത്. മദ്രസയിലെയും സ്കൂളിലെയും പ്രവർത്തനങ്ങൾ താല്പര്യപൂർവ്വം ചെയ്യാൻ കുട്ടികൾക്ക് സാധിക്കാതെ വരുന്നത് അത്തരം കുട്ടികളുടേതായ താല്പര്യങ്ങൾക്ക് അനുകൂലമായി പഠനാനുഭവങ്ങളെ മാറ്റി തീർക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ്. അത് പരിഹരിക്കാനുള്ള തന്ത്രങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. അപ്പൊ കുട്ടികളിൽ പിന്നീട് കണ്ടുവരുന്ന ഒരു പ്രശ്നം, ഞാൻ എന്റെ ടൈം കീപ്പ് ചെയ്യേണ്ടതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കാൻ ഒന്നും പറയുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കുന്ന രീതി ഓറൽ ടീച്ചിങ് മെത്തഡോളജിയാണ് പലപ്പോഴും നമ്മൾ മദ്രസയിൽ സ്വീകരിക്കുന്നത്. ഇങ്ങനെ വന്ന് പറയും പോകും. അതിനപ്പുറത്തേക്ക് കുട്ടികൾക്ക് പഠനാനുഭവങ്ങൾ സമ്മാനിക്കുന്ന ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ ഏത് രീതിയിലുള്ള ബഹുമുഖ ബുദ്ധി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു രീതിയുണ്ട്. അപ്പൊ എല്ലാ കുട്ടികൾക്കും എല്ലാം കേട്ടുകൊണ്ട് മനസ്സിലാക്കുന്നതല്ല. മനഃശാസ്ത്രം ഇപ്പൊ പറയുന്നത് പഠന പ്രവർത്തനങ്ങളിലെ 81% നടക്കുന്നത് കാഴ്ചയിലൂടെയാണെന്നാണ്. 81% പഠനം നടക്കുന്നത് എന്തിലൂടെയാണ്? കാഴ്ചയിലൂടെയാണ്. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇപ്പം വേണ്ടാത്തരങ്ങൾ കൂടുതൽ ചെയ്യുന്നത്? മദ്രസ ഉസ്താദ് പെൺകുട്ടികളോട് വർത്താനം പറയാൻ പാടില്ല എന്ന് പറഞ്ഞു, അല്ലെ? വ്യഭിചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, കള്ളുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, വേണ്ടാന്ന് പാടില്ലാത്തതൊക്കെ പറഞ്ഞു. സിനിമ കാണാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നു. കുട്ടികൾ എന്തുകൊണ്ടാണ് കാണുന്നത്? അതിന് എതിരായ ഒരു സമീപനം അവർ നേർക്കാഴ്ചയിൽ അനുഭവിക്കുകയാണ്. വീട്ടിൽ മാതാപിതാക്കളൊക്കെ TV കാണുന്നതും സിനിമ കാണുന്നതും പോലും കാണുക ചെറിയ കുട്ടികളാവുമ്പോൾ. എന്നിട്ട് നമ്മൾ മദ്രസയിൽ വരുമ്പോൾ എന്ത് പറഞ്ഞു കൊടുക്കും? TV കാണൽ തെറ്റാകുന്നു. തെറ്റാണ് എന്ന ഓറൽ മെസ്സേജിന് ബദലായി തെറ്റല്ല, മാതാപിതാക്കളൊക്കെ ചെയ്യുന്നു എന്ന കാഴ്ച അവരുടെ പ്രാമുഖ്യം കൊടുക്കുകയാണ്. അപ്പൊ ഈ 81% 11% അവഗണിക്കുകയാണ്. അതുകൊണ്ടാണ് കാണരുതെന്ന് ഉസ്താദ് പറഞ്ഞാലും അവരെന്ത് ചെയ്യുന്നത്? ഇത് മുമ്പ് ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഒന്നും മാതാപിതാക്കൾ അത് കാണാറില്ല. അതുകൊണ്ടാണ് നമ്മളിൽ അങ്ങനെ ഒരു വിശ്വാസം രൂപപ്പെട്ട് ഭൂരിപക്ഷമായി വന്നത്. അത് ഇനി ഇങ്ങനെ വരുന്തോറും എന്ത് ചെയ്യും? എല്ലാ വിഷയങ്ങളിലേക്കും വരുമെന്നാണ്. വ്യഭിചാരം വർദ്ധിക്കുന്ന മുത്തുനബി പറഞ്ഞത്, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവസാന കാലഘട്ടത്തിന് അടയാളം പറഞ്ഞത് ഇങ്ങനെയാണ്. കാരണം എന്താ? മുമ്പ് കാലത്ത് രഹസ്യമായി ചെയ്തിരുന്ന പലതും ഇന്ന് പരസ്യമായി കാണാൻ അവസരം ലഭിക്കുമ്പോൾ ഈ കാഴ്ചപ്പെടലിനോട് താല്പര്യപ്പെട്ടുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യും? അത് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഈ 11നെ 81 വീഴുകയാണ്. അപ്പൊ ഇവിടെ പഠനം നടക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മദ്രസകളിൽ, ക്ലാസ് റൂമുകളിൽ കുട്ടികൾക്ക് കാഴ്ചക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. മറ്റൊന്ന് അനുഭവപ്പെടാനുള്ളതാണ്. അനുഭവപ്പെടുക. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ കമ്പ്യൂട്ടറിലേക്കാണ് ഈ കാഴ്ച. ഇപ്പൊ നമുക്കറിയാം, അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഇടത്തിലെ ഒരു കുഞ്ഞൻ കിളി എന്ത് ചെയ്യാണ്? ഒരു കാന്നുള്ള അക്ഷരത്തെ കൊണ്ടുവന്ന് ഇങ്ങനെ ചാടി കളിച്ച് വരും. ഈ കുട്ടി ഇങ്ങനെ കാണുകയാണ് ഈ കാഫിന്. അപ്പൊ അത് കാഴ്ചയിലൂടെയാണ് ഉറക്കുന്നത്. കാഴ്ചയിലൂടെ മനസ്സിലേക്ക് എന്ത് ചെയ്യാണ്? ഉറക്കുകയാണ്. അഥവാ കാണുന്നത് എന്തും ഒരു ചിത്രമായിട്ട് എന്ത് ചെയ്യും? ബ്രെയിനിൽ പതിയും. ഇത് വിശദീകരിക്കണമെങ്കിൽ വളരെ വലുതാണ്. കാണുന്ന ഒരു സാധനം ഒരു ചിത്രമായിട്ട് എവിടെ നമ്മുടെ മനസ്സിൽ പതിയും. അതിനെ തിരിച്ചെടുക്കാൻ എളുപ്പമാണ്. ആ ചിത്രത്തെ അങ്ങനെ തന്നെ കുട്ടി എന്ത് ചെയ്യും? വരച്ചു വെക്കും. ചിത്രത്തെ അങ്ങനെ തന്നെ വരച്ചു വെക്കും. അതിന് അക്ഷരങ്ങളെ വലുതാക്കി കാണിച്ചു കൊടുക്കുകയാണ് സാധാരണ ചെറിയ ക്ലാസ്സിലൊക്കെ ചെയ്യുക. അക്ഷരങ്ങളെ വലുതാക്കി കാണിച്ചു കൊടുക്കുക, വലിയ അക്ഷരങ്ങൾ ഉണ്ടാക്കുക. ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്, അനുഭവിക്കാൻ വേണ്ടി, തൊട്ടറിയാൻ വേണ്ടി പറ്റുന്നതൊക്കെ. മറ്റൊന്നാണ് നമ്മൾ എന്ത് ചെയ്യും? മണലിലൊക്കെ പഴയ കാലത്ത് കണ്ടിട്ടില്ലേ? മണലിലൊക്കെ എഴുതിക്കും. അത് കുട്ടികൾക്ക് ടച്ചിങ് ആണ്. ചില കുട്ടികൾക്ക് ഇതുകൊണ്ടൊന്നും കിട്ടൂല, സ്പേഷ്യസ് ആയിരിക്കും. തൊട്ടറിയുന്നതിലാണ് അവർക്ക് കൂടുതൽ കഴിവുണ്ടാവുക. അപ്പൊ ആ കുട്ടിക്ക് തൊടാൻ, അല്ലെങ്കിൽ സാൻഡ് പേപ്പർ ഉണ്ടല്ലോ, സാൻഡ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഈ മറ്റെന്തോ വരക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ലേ, മണലൊക്കെ അങ്ങനത്തെ മണലിലുള്ള ആ പേപ്പർ അക്ഷരമായിട്ട് കട്ട് ചെയ്യുക. സാധാരണ ഒരു വെള്ള പേപ്പറിൽ കട്ട് ചെയ്താൽ കുട്ടിക്ക് അനുഭവം ഉണ്ടാവില്ല, ഇങ്ങനെ തൊട്ടാ ഒന്നും മനസ്സിലാവില്ല. എന്നിട്ട് അതൊരു പേപ്പറിൽ ഒട്ടിച്ചിട്ട് ഒരു അക്ഷരം എഴുതി ഒട്ടിക്കുക. ഒട്ടിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ആ കുട്ടിയോട് ഇങ്ങനെ കൈവെക്കാൻ പറ്റും. കൈവെക്കുന്ന സമയത്ത് ആ കുട്ടിന്റെ വിരലെന്ത് ചെയ്യും? കാഫ് നെയ്തിയാലും ഇങ്ങനെ വരും. ഇത് ഈ കുട്ടി അനുഭവിക്കുകയാണ്. ഇങ്ങനെ പോകുന്നതിലൂടെ ഈ കുട്ടിന്റെ മനസ്സിൽ ഈ ഒരു റൂട്ട് ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ കാ എഴുതാൻ പറഞ്ഞാൽ കുട്ടിന്റെ കൈ എന്ത് ചെയ്യും? അങ്ങനെ വരും. അത് കണ്ടതുകൊണ്ടല്ല, അനുഭവിച്ചത് കൊണ്ടാണ്. അത് ഒരു 3%, 3.5% വരെ കുട്ടികൾ ഇങ്ങനെ തൊട്ടറിയുന്നവരാണ്. അപ്പൊ ഈ വ്യത്യസ്ത തലങ്ങളിലുള്ള പഠനം ഒന്നിച്ച് നമ്മൾ കമ്പൈൻ ആയിട്ട് ഒരു ക്ലാസ്സിൽ ഒരക്ഷരം പഠിപ്പിക്കുമ്പോൾ കൊടുത്താൽ ഇതിലെ എല്ലാ വിഷയങ്ങളും ഉൾക്കൊണ്ട് പഠിക്കാൻ കഴിയുന്ന കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിയും? പഠനം, വായനയും എഴുത്തും ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. മറ്റൊന്നാണ് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുക? റൂട്ട് ചെയ്യുക. ചില കുട്ടികൾക്ക് താല്പര്യമുള്ളത് അങ്ങനെയായിരിക്കും.
ഇപ്പൊ ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചിരുന്ന എന്റെ ഒരു ഉസ്താദുണ്ട്, അലി ഉസ്താദ് എന്ന് പറയും, അള്ളാഹു ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. അലി ഉസ്താദ് ഞങ്ങളെ ഹാവ് പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള ആ ഹാവ് ഉണ്ട്, കെട്ടുപുള്ളിട്ട ഹാവ്, ആ ഹാവ് പഠിപ്പിക്കുകയാണ്. ഞങ്ങളോടൊക്കെ എന്ത് ചെയ്തു, അന്നത്തെ കാലത്ത് വണ്ടി എന്ന് പറഞ്ഞ ഒരു വള്ളി ചുറ്റിയിട്ടാണല്ലോ, വള്ളി ഇങ്ങനെ കെട്ടിയിട്ട് മുന്നിൽ ഡ്രൈവറും കണ്ടക്ടറും ക്ലീനറും ഒക്കെ ഉണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, ഞങ്ങളെല്ലാവരും 1ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഉസ്താദ് വണ്ടി കയറ്റി. എന്നിട്ട് ഉസ്താദാണ് മുമ്പിൽ, ഡ്രൈവർ ഉസ്താദാണ്. എന്നിട്ട് ഉസ്താദ് ഹാവ് പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ഹാവ് വലുതായിട്ട് വരച്ചിരുന്നു ഗ്രൗണ്ടിൽ വലിയ ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ അത്യാവശ്യം വലുപ്പത്തിൽ ഒരു ഹാ വരച്ചു. എന്നിട്ട് ആ ഹാ വരച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ, അതിന്റെ സ്റ്റാർട്ടായി. ഉസ്താദ് തന്നെയാണ് ഈ പറയുന്നത്. ഇങ്ങനെ പോയിട്ട് ആ ഹായിന്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോയിട്ട് അവസാനിപ്പിക്കും. എന്നിട്ട് കുട്ടികൾ തിരിച്ചു പോകല്ലോ, തിരിച്ചു പോകാൻ പറ്റില്ല, വണ്ടി തിരിച്ചാൻ പറ്റില്ല, നമുക്ക് സ്റ്റെയറിംഗ് ഇല്ല. എന്നിട്ട് പിന്നെയും കൊണ്ടുപോകും ഹാവിന്റെ ആദ്യത്തെ തലക്കെ. 3ഓ 4ഓ വട്ടം ഉസ്താദ് വണ്ടി ഓടിക്കും. പിന്നെ ഓരോ കുട്ടികളെയും ഡ്രൈവറാക്കും. ഓരോ കുട്ടികളും ഡ്രൈവറാകുമ്പോൾ എന്താണ്, കുട്ടി വരമ്പക്ക് നോക്കും. എങ്ങനെയാണത്, അങ്ങനെ ആ തിരിച്ചിലും വളക്കലൊക്കെ കുട്ടിന്റെ മനസ്സിൽ എന്ത് ചെയ്യാണ് ഇങ്ങനെ. അപ്പൊ ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കുട്ടികളെ ബഹുമുഖ ബുദ്ധിയുള്ള വ്യത്യസ്ത ബുദ്ധികളുള്ള കുട്ടികൾക്കെല്ലാം താല്പര്യം ജനിക്കുന്ന രൂപത്തിൽ അങ്ങനെ നിങ്ങൾ ഒരു പാട്ടും ഒരു കളിയും അതുപോലുള്ളത് നോക്കിയാണെങ്കിൽ 1ാം ക്ലാസ്സിലെ കുട്ടി പിറ്റേന്ന് രാവിലെ 6:45 നീച്ച് 7 മണിക്ക് മദ്രസെത്തും. ഒരു 8 മണിക്കാരും ക്ലാസ്, എന്നാലും ഒരു 7 മണിക്ക് മദ്രസെത്തും. കാരണം എന്താ, ഉസ്താദ് പുതിയ എന്തെങ്കിലും വണ്ടിച്ചക്രം വിട്ടുണ്ടോന്നാ നോക്കുക. ഇപ്പൊ നമുക്ക് വണ്ടി വലിയ വേണ്ട, ഒരു സൈക്കിൾ വാങ്ങിച്ചോളൂ. സ്കൂളിൽ മദ്രസയിൽ ഒരു സൈക്കിൾ വാങ്ങും ഒരു കുട്ടിക്ക്, എന്നിട്ട് പുറത്തൊരു ദിവസത്തിൽ ആ സൈക്കിൾ ഇങ്ങനെ ചവിട്ടാൻ പറഞ്ഞു. കുട്ടികൾക്ക് താല്പര്യമുണ്ടാകുന്ന ഏത് കളികളും പഠനത്തിന് വേണ്ടി ഉപയോഗിക്കും. അതിലൂടെയൊക്കെ കുട്ടികളുടെ സ്റ്റിമുലസ് എന്ത് ചെയ്യും, അവിടെ ആ ചിത്രം കുട്ടികളുടെ മനസ്സിൽ പതിയുകയാണ് അക്ഷരങ്ങൾക്ക് വേണ്ടത്. അങ്ങനെ അക്ഷരങ്ങളുടെ വ്യത്യസ്തത കൊണ്ടുവന്ന് പഠിപ്പിക്കാം. ഇങ്ങനെ എഴുത്തിലും വായനയിലുമുള്ള പ്രശ്നങ്ങളെ ഇങ്ങനെ നമ്മൾ കൂടുതൽ ഐഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും. പിന്നീട് ഉള്ള ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഞാൻ ഇന്ന് നിർത്തും തൽക്കാലം. ശ്രദ്ധയില്ലാത്ത കുട്ടികൾ എന്ന് പറഞ്ഞാല് ഒരു 5 മിനിറ്റ് ക്ലാസ് എടുക്കാൻ കഴിയൂല ചില കുട്ടികൾക്ക്. 5 മിനിറ്റ് കഴിയുമ്പോൾ ആകെ തുള്ളിക്കളിച്ച് അല്ലേ, ആകെ കൂടി അവിടെ ബഹളം ഉണ്ടാക്കി. അല്ലെങ്കിൽ ഉസ്താദിന്റെ അടുത്ത് വന്ന് എഴുതാൻ വേണ്ടി ഉസ്താദിക്കുമ്പോൾ ഉസ്താദിന്റെ അടുത്ത് വന്ന് നടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ മറ്റോ അവിടെ ചെന്നിട്ട് അപ്പോഴത്ത് കൊണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഓൻ വാതിലിക്കലും തീരെ പുറത്ത് നോക്കിക്കുന്നുണ്ടാവും. ഇവിടെ ഒന്ന് ഇരിക്കടാണ്ട് നമ്മൾ അങ്ങോട്ട് ഇരുപത് ഈ ജനലിലേക്ക് എത്തിക്കും. അങ്ങനെ ചില കുട്ടികളില്ലേ നമ്മുടെ ക്ലാസ്സിൽ, അങ്ങനെ ചില കുട്ടികളുണ്ട്. 1 മിനിറ്റ് അടങ്ങിയിരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, വടി എടുത്തടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചോക്ക പൊട്ടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റവന്റെ സ്ലേറ്റ് എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റവന്റെ ബുക്ക് കയറിയിട്ടുണ്ടാവും. നമുക്ക് ഒരു സുഖം ക്ലാസ്സിൽ എന്താവൂല, ആ കുട്ടികൾ തരില്ല. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട്. ADHD എന്നാണ് മനഃശാസ്ത്രം ഇതിൽ പറയുന്നത്. ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ഷൻ ഡിസോർഡർ, ADHD. ഈ ADHD ഉള്ള കുട്ടികൾ ക്ലാസ്സിൽ ഒരിക്കലും ഒരു അടങ്ങിയിരുത്താൻ നമ്മൾ ശ്രമിച്ചാൽ നടക്കും. പിന്നെ എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്, അവര് ഹൈപ്പർ ആക്ഷനാണ്, അമിത പ്രവർത്തനങ്ങളാണ് ഒരു പ്രശ്നം. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഇന്ന് അത് കൂടി വരാനുള്ള കാരണം വളരെ ചെറിയ പ്രായത്തിലുള്ള TV കാണലാണ് എന്നാണ്. മൊബൈൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഉസ്താദുമാരും ശ്രദ്ധിച്ചോളൂ. കാരണം വളരെ പെട്ടെന്ന് മൊബൈലിലെ ചിത്രങ്ങൾ എന്ത് ചെയ്യും, നീങ്ങിപ്പോവാണ്. അപ്പൊ അതിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന ആളുകളില്ലേ അല്ലെ, നമ്മൾക്കൊക്കെ തന്നെ ഇല്ലേ ആ സ്വഭാവം. ഉസ്താദുമാർക്കുണ്ട് ഇങ്ങനെ കുത്തിരുന്നാട്ട് ആ മറ്റേ സാധനം എടുത്തിരുന്ന വഴി. ഏത് ഒരു പച്ചയും ചുവപ്പൊക്കെ ഉള്ള കുറെ സാധനങ്ങളുണ്ടല്ലോ, അതിങ്ങനെ എടുത്തുകൊണ്ട് പാത്രത്തിക്കിടുക. അത് കണ്ടുകൊണ്ട് കുട്ടികളും എന്ത് ചെയ്യും, ക്ലാസ് നിന്നിട്ടുണ്ട് അല്ല, നമ്മൾ ഒഴിഞ്ഞിരിക്കുമ്പോഴാണ് ചെയ്യാം. ഒഴിവുള്ള ഉസ്താദുമാർ ഒഴിവുണ്ടാവും. എന്നാണ് ഞാൻ കാസർഗോഡ് പോകുന്ന സമയത്ത് ട്രെയിനിൽ ഉസ്താദ് കമ്പനിയായിട്ട് ഞങ്ങളിങ്ങനെ കമ്പനിയായിട്ട് ഇരിക്കുന്നതിനിടയിൽ പിന്നെ വർത്താനൊക്കെ മുട്ടിയപ്പോൾ പിന്നെ മൂപ്പര് ഇങ്ങനെ ഒറ്റക്ക് മൊബൈലെടുത്തിട്ട് ഇങ്ങനെ ആട്ടോ. ഞാൻ ഇവർക്ക് പണി വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ച പോലെ വാട്സപ്പിലോ ഫേസ്ബുക്കിലൊക്കെ ആ മൂപ്പര് ആ സാധനം എന്ത് ചെയ്യാണ്, പൊറുക്കിയിടുക. കാര്യമായിട്ട് കുത്തിരുന്ന് പൊറുക്കിയിടാണ്. മാതിരി കുത്തിരുന്ന ഭയങ്കര ശ്രദ്ധയിൽ പൊറുക്കിയിടുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പ്യൂട്ടറിലെ ഡ്രൈവിംഗ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് പറയാൻ കാരണം, ഇത്ര വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, കുട്ടിയുടെ മനസ്സിലൂടെ ചിത്രങ്ങൾ ഓടിമറയാണ്. അതിനനുസരിച്ച് ഹൈപ്പർ ആക്ഷനിലേക്ക് എന്ത് ചെയ്യും, കുട്ടികൾ പോകും. ഈ കുട്ടികൾ വലുതാവുന്ന സമയത്ത് ഇത്രയും പെട്ടെന്നുള്ള ചലനങ്ങൾ അവരുടെ മനസ്സിൽ, അവരുടെ ന്യൂറോണുകൾക്കിടയിൽ നടക്കാൻ അവർ നിർബന്ധിതരാകും. ആ സമയത്ത് സാവകാശത്തിലുള്ള ഒരു പരിപാടി അവർക്ക് കഴിയില്ല. അടങ്ങിയിരിക്കുക എന്ന് പറയുന്ന സംഭവം അവർക്ക് TV കാണുന്നത് കൊണ്ട്, സിനിമ കാണുന്നത് കൊണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിൽ കാണുന്നത് കൊണ്ടാണ്. കാരണം എന്താ, ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഫുൾ ജീവിതം 2 മണിക്കൂർ കൊണ്ട് തീരുവാണ് അല്ലെ. എത്ര ദിവസം പ്രോഗ്രാം ആയിരിക്കും നടന്നിട്ടുണ്ടാവുക. അപ്പൊ ഈ കുട്ടികൾ ഇങ്ങനെ നമ്മളിങ്ങനെ വിചാരിക്കാവും കഴിഞ്ഞു, നമ്മൾ 65 വയസ്സുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമായിരിക്കും എന്ത് ചെയ്യുക, 2 മണിക്കൂറൊക്കെ സിനിമയിൽ ഉണ്ടാവുക.
അത് ഇത്ര പെട്ടെന്നുള്ള ചലനങ്ങളായിട്ട് കുട്ടികൾ ഉൾക്കൊള്ളുന്ന ഒരാളുടെ ജീവിതം. അപ്പൊ ഓന്റെ ജീവിതത്തിലൂടെ എന്തൊക്കെയോ ചെയ്യാനുണ്ട്. ഓൻ എന്ത് ചെയ്യും? അതിനനുസരിച്ചുള്ള ഹൈപ്പർ ആക്ഷനിലേക്ക് വരും. അത് മാത്രമല്ല, വേറെയും ജനിതക തകരാറുകൾ, അതുപോലെ തന്നെ ജന്മസമയത്ത് ഉണ്ടാകുന്ന വിഷാദങ്ങൾ, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ചെയ്യുന്നുണ്ട്, ADHDക്ക് കാരണമാകുന്നുണ്ട്. അത്തരം കുട്ടികൾക്ക് നമ്മൾക്ക് അവർക്ക് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ കൊടുക്കുക എന്നതാണ് ഏറ്റവും അനുയോജ്യം. ഉദാഹരണത്തിന് പറയാം, നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ച് ഒരു ഇമ്പോസിഷൻ ഒരു ലെറ്റർ എഴുതുകയാണ്. ആ എഴുതുന്ന സമയത്ത് ഈ കുട്ടിനെ നമുക്ക് അടക്കി നിർത്തണം. അതിനെന്ത് വേണം? ആ കുട്ടിക്ക് ഒരു അവസരം കൊടുക്കുക, ഇജ്ജ് ഇവിടെ എഴുതിക്കോട്ടോ പറയും. അല്ലെങ്കിൽ ഓനൊരു പേന കൊടുത്തിട്ട് ഇജ്ജ് എഴുതിക്കോന്ന് പറയും. ഓനെ നമ്മളെ അറ്റൻഷൻ ആക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ഒരു പ്രശ്നം അവനുണ്ട് എന്ന് വിചാരിച്ച് അവനെ ഉൾക്കൊള്ളുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓനോട്, കാരണം അത് ഓന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഓന് നേരത്തെ ഉണ്ടായ മാനസികമായ ഒരു നിലയിലുണ്ടായ തകരാറാണ്. അത് പരിഹരിക്കുന്നതിന് ഏറ്റവും പുതിയ രീതി അനുസരിച്ച് ചില മെഡിസിൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എങ്കിലും മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പൂർണ്ണമായ തോതിൽ അതിനൊരു ചികിത്സ ലഭ്യമല്ല എന്നതാണ്. ഇങ്ങനെ ADHD ഉള്ള കുട്ടികൾ ഇത്രയുമൊക്കെ ആയാൽ ഏതാണ്ട് എന്റെ ക്ലാസിന്റെ സമയം തീരെയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന വ്യത്യസ്ത രീതികൾ നമ്മൾ ക്ലാസ് റൂമിൽ കൊണ്ടുവരിക. നമ്മളെ ഓറൽ ടീച്ചിങ് എന്ന രീതിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, സ്വയം ഒന്ന് മാറുക. അതിനാവശ്യമായി ഈ പാഠഭാഗം എങ്ങനെയൊക്കെ എനിക്ക് പഠിപ്പിക്കാൻ കഴിയുമെന്ന് നമ്മൾ സ്വയം പഠിച്ചെടുക്കുകയും ആവശ്യമായ പ്രക്രിയകൾ, ക്ലാസ് റൂം മെത്തഡോളജികൾ നമ്മൾ കണ്ടെത്തിയത് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുക, പരിശീലിക്കുകയും ചെയ്താൽ കുട്ടികൾക്ക് പഠനാനുഭവം നന്നാകും. ഇവിടെ വന്നിട്ട് എന്തൊക്കെ കിട്ടാനുണ്ട് എന്നുള്ള തോന്നൽ കുട്ടിക്ക് ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ കുട്ടി നേരത്തെ പറഞ്ഞതുപോലെ നിർബന്ധിക്കപ്പെടാതെ തന്നെ മദ്രസയിലേക്ക് വരും. നിർബന്ധിക്കപ്പെടാതെ തന്നെ വരും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മുടെ മദ്രസയിലല്ല സ്കൂളിലാണെങ്കിൽ ഇപ്പൊ ഉണ്ടാകുന്ന വിഷയം എന്താ പറയുക, സ്കൂളിൽ സാധാരണഗതിയിൽ ഇപ്പൊ കുട്ടികൾ ഈ ഇടക്കാലത്തൊക്കെ ഉണ്ടായിരുന്നത് ഏത് ക്ലാസ് മുടങ്ങിയാലും കമ്പ്യൂട്ടർ ക്ലാസ് മുടങ്ങൂല. ടീച്ചറെ ലവ് പോവല്ലേ, ടീച്ചറെ ലാബ് പോവല്ലേ, ടീച്ചറെ ലാബ് പോവല്ലേ എന്ന്. എന്താ കാരണം? അല്ല, ഓൾക്ക് താല്പര്യമുള്ള സാധനമാണ് കമ്പ്യൂട്ടർ. അതിന് എന്ത് കളിച്ചാലും ഓൾക്ക് താല്പര്യം. അപ്പൊ താല്പര്യമുള്ളതിലേക്ക് അവരെന്ത് ചെയ്യും, ആകർഷിക്കപ്പെടും. അപ്പൊ നമ്മുടെ മദ്രസ ക്ലാസ് റൂമിലും അവർക്ക് താല്പര്യമുണ്ടാകുന്ന, നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട് താല്പര്യമുണ്ടാകുന്ന അവസ്ഥകൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയുക എന്നതാണ് പഠനം ആനന്ദകരമാക്കാനും. കഥകളും പാട്ടുകളൊക്കെ അതിന് ഒക്കെ ഏതും പറ്റും. അതൊക്കെ നമ്മൾ നേരത്തെ പറയുന്നതായതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അങ്ങോട്ട് കടന്നു പോകാത്തത്. നേരത്തെ നമ്മൾ ചെയ്യുന്നതിനാണ് കഥയാവാം, പാട്ടാവാം. ഇപ്പൊ പാട്ട് ഞാനൊക്കെ 1-ാം ക്ലാസ് പഠിക്കുന്നത് എന്റെ അലി ഉസ്താദ് പറഞ്ഞൊരു പാട്ടാണ്. അലി ഉസ്താദ് എന്ത് ചെയ്യും, പാത്തു പാത്തു ബാ എഴുതു ബായിന് പുള്ളി എവടാടി എന്ന് ചോദിക്കും. അപ്പൊ ആൺകുട്ടികൾ ഇങ്ങോട്ടാ ചോദിക്കണം. അപ്പൊ പെൺകുട്ടികൾ അങ്ങോട്ട്, ക്ലാസ്സിലുള്ള കുട്ടികളുടെ പേരൊന്ന് ഫാത്തിമ എന്നുള്ളത് പാത്തു ആക്കും. അത് അന്നത്തെ ഒരു രീതി. ഇപ്പൊ അങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പറയണില്ല. അത് തിരിച്ചിട്ട് എന്ത് ചെയ്യും, ഇന് പുള്ളി ഇന്നോടുത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, കൗസിഡ് പാത്തു കൗസിഡ് പാത്തു കൗസിന് ചോട്ടില് കുത്തിട് പാത്തു എന്നാ. കൗസിഡ് പാത്തു എന്ന് പറയുമ്പോ കുട്ടികൾ എന്ത് ചെയ്യും, കൗസിഡ് പാത്തു കൗസിഡ് പാത്തു കൗസിന് ചോട്ടിൽ കുത്തിട് പാത്തു. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യും, കുത്തിടാണ്. ഇതൊരു കളി. ഇങ്ങനെ വ്യത്യസ്ത ഓരോ അക്ഷരത്തിന് ഉസ്താദിന് ഓരോ രീതി ഉണ്ടാവും. ഇന്ന് നമുക്ക് പാട്ട് കേടല്ലേ എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊക്കെ സന്തോഷം. എന്താ കാരണം, ഇതേമായിട്ട് എന്തെങ്കിലും കോപ്രായം പാട്ട് ഉസ്താദ് സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും. അത് ഉസ്താദന്മാരുടെ കാര്യം. പാട്ട് എവിടെയും വിപണിന്ന് വാങ്ങണമെന്നല്ല, ഉസ്താദാണ് ഉണ്ടാക്കലാണ് എല്ലാം ചിന്തിച്ചിരുന്നുണ്ട്. ഇന്നിപ്പോ എന്താ പാട്ട് കേടുക. അങ്ങനെ നമ്മളൊക്കെ സ്വയം പാട്ട് പാടുന്നവരാകണം. കുറെ നമ്മൾ കുട്ടികളുടെ തലത്തിലേക്ക് എന്ത് ചെയ്യണം, 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലൊക്കെ പ്രത്യേകിച്ചും നമ്മൾ ചൈൽഡ് ആയെങ്കിലേ, കുട്ടിയായെങ്കിലേ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുള്ളൂ. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എങ്ങനെയാണല്ലോ, അല്ലേ? ഞാൻ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള ഒരു പ്രവാചകനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അല്ലേ? നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള പ്രവാചകൻ എന്നാ. എന്താ കാരണം, നിങ്ങളിൽ നിന്നുള്ളതാണെങ്കിലേ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. നമ്മൾ കുറെ ഗ്രേഡ് കൂടിയ ആളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളൂ. നമ്മളൊരു കല്യാണ പന്തൽ പോയി നോക്കിയാണ്, നമ്മളെടുക്ക പോവുക, ഉസ്താദന്മാരൊക്കെ ഇരിക്കുന്നിടത്ത് പോകും. അല്ലെ? മലയാളിമാരെടുക്കുക പോവുക, മലയാളിമാരൊക്കെ ഇരിക്കുന്നിടത്ത് പോകും. സാധാരണക്കാരെടുക്കുക, സാധാരണക്കാരുടെ നോട്ടത്തിൽ പോകും. എന്താ കാരണം, മിൻ അംഫുസിക്കും. നമ്മൾ ഉസ്താദന്മാരുണ്ടെങ്കിൽ അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാം. ഉസ്താദന്മാരൊക്കെ ഒരു ഭാഗത്തിരിക്കണ്ടെങ്കിൽ നമ്മളൊരു മൂലൊക്കെ നാടന്മാരെടുത്ത് പോയിക്കോ. ഇരിക്കൂല. നമ്മളെന്ത് നമ്മളറിയാതെ അവിടെ പോയിട്ട് നമ്മളവിടെ ഇരിക്കും. നാടന്മാരെ നമ്മളെന്തെങ്കിലും കാട്ടിയില്ല. അല്ല, മിൻ അംഫുസിക്കും, അതിനോടുള്ള തോന്നലാണ്. അപ്പൊ 2-ലും 3-ലും 5-ലും ഒക്കെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ മിൻ അംഫുസിക്കും ആകാൻ കഴിഞ്ഞാൽ കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടാവും. കുട്ടികൾക്ക് വരാനും താല്പര്യം ഉണ്ടാവും. ഞാൻ വെച്ചാൽ നമ്മളിങ്ങനെ വടിയൊക്കെ എടുത്ത് ഉസ്താദ്, ഞാൻ ഉസ്താദ്, നിങ്ങൾ കുട്ടികളിൽ കൊടുത്തുന്നാലോ കുട്ടികൾക്ക് താല്പര്യം
ഉണ്ടാവില്ല. ആ രൂപത്തിൽ ക്ലാസ് റൂമുകളെ ചേഞ്ച് ആക്കാൻ അള്ളാഹു വടി തീരെ വേണ്ട. ആവട്ടെ. വടി തീരെ വേണ്ട. വടി വേണ്ട എന്നാണ് പറയുന്നത്. മാത്രമല്ല വടി എടുത്താൽ അതിന്റെ പ്രശ്നവും വേറെയാണ്. അതൊന്നിപ്പോ പറയാൻ സമയമില്ല. ഇൻഷാ അല്ലാഹ് SMA ക്ലാസ് നടക്കുമ്പോൾ ഇന്ന് വൈകുന്നേരം പങ്കെടുത്തോളൂ. അതിൽ മിക്കവാറും അസീസ് ഫൈസി ആ ഭാഗം എന്ത് ചെയ്യും, ടച്ച് ചെയ്യുന്നുണ്ട്. പഠനത്തിന്റെ പുതിയ അനുഭവങ്ങളെ കുറിച്ചൊക്കെ ടച്ച് ചെയ്യുന്ന നല്ലൊരു ക്ലാസ്സാണ്. ഞങ്ങൾക്ക് ട്രെയിനിങ് എടുത്ത് ഉസ്താദായിരുന്നു. അപ്പൊ അന്ന് വളരെ കൃത്യമായിട്ട് ഉസ്താദിനെ തന്നെ കിട്ടിയത് നിങ്ങൾക്കൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് ഇന്ന് എല്ലാവരും ആ ക്ലാസ്സിൽ പങ്കെടുത്തോളൂ. നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കാൻ ഇൻഷാ അല്ലാഹ് അസീസ് ഫൈസിക്ക് സാധിക്കുമായിരിക്കും. വളരെ പുതിയ മെത്തഡോളജിക്ക് അനുസരിച്ച് ക്ലാസ് റൂം എങ്ങനെ മാനേജ് ചെയ്യാമെന്നും അവിടെ ഏതൊക്കെ രീതികൾ ഉപയോഗിക്കാമെന്നും ഒക്കെ ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നത് സ്റ്റേറ്റ് തലത്തിൽ ഉസ്താദായിരുന്നു. അതുകൊണ്ട് ഉസ്താദിനെ തന്നെ നമുക്ക് നമ്മുടെ റേഞ്ചിൽ കിട്ടി എന്നത് വളരെ സന്തോഷമാണ്. നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.